നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ട ഇങ്ങോട്ട് വാ. തക്കാളി ടിന്നില്ല, ചെറിയ തക്കാളി ടിന്ന്, 10 രൂപയുടെ ചെറിയ തക്കാളി ടിന്നിലാണ് ചെയ്തേക്കുന്നത്. വിത്ത് മുതൽ വിളവ് വരെ ഈ രീതിയിൽ കരുത്തോടെ ചീര എങ്ങനെ വളരുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ടൈം കളയുന്നില്ല, നേരെ വീട്ടിലെത്തും. നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. നമ്മൾ ബീൻസ് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിച്ച അതേ പാത്രം തന്നെ. ബീൻസിന്റെ വിളവ് കഴിഞ്ഞാൽ പിന്നീട് ബീൻസ് ചെയ്യാൻ പാടില്ല, പിന്നീട് നമ്മൾ അതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും ചെയ്യണം. അങ്ങനെ നമ്മൾ ചീര ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. ഈ തക്കാളിയുടെ പ്ലാസ്റ്റിക് ബോക്സ് നമ്മൾ ഒരുക്കേണ്ട രീതി, മണ്ണ് പുറത്ത് പോയിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അടിവളമായിട്ട് നമ്മൾ മണ്ണിന്റെ കൂടെ കോഴിവളം മാത്രമാണ് ചീര കൃഷിക്ക് കൊടുക്കുന്നത്. ഒരു 5 ദിവസത്തേക്ക് മണ്ണും വളമായിട്ട് മിക്സ് ചെയ്തിട്ട്, അതായത് കോഴിവളത്തിന്റെ ചൂടൊക്കെ പോകുന്ന നനച്ച് ഒരു 5 ദിവസം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് മൂത്തട്ടിൽ ഒട്ടും പുളിരസം ഇല്ലാത്ത മണ്ണും കോഴിവളവും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ബക്കറ്റ് മാറ്റിയിട്ടിട്ടുണ്ട്. അത് 1 കപ്പ് അതിന്റെ മുകളിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ വിത്ത് പാകുന്നത്. അടിവളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മുകൾ തട്ടി നന്നായിട്ട് വളം കൊടുക്കണം. അതുപോലെ തന്നെ സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ ചീര നല്ല കരുത്തോടെ വളരുകയുള്ളൂ. നമ്മൾ വളം കൊടുത്തതിന് ശേഷം മുകൾ തട്ടി നന്നായിട്ട് നനച്ചിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മുകൾ തട്ടി വളം കൊടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ സൂര്യപ്രകാശം കിട്ടാതെ വരികയും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചീര ഈർക്കലി പോലെ വളർന്നു പോകും. നമ്മൾ ചീര വിത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു 3-4 ഇരട്ടി മണ്ണുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം പാകുക. ഞാനിവിടെ ചീര മിക്സ് ആണ് എടുത്തേക്കുന്നത്. അരുൺ ചീരയുണ്ട്, അതുപോലെ തന്നെ സുന്ദരി ചീരയുണ്ട്, അതുപോലെ മയിൽപ്പീലി ചീര, ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ പാകിയേക്കുന്നത്. ഇട്ടതിന് ശേഷം മുകൾ തട്ടി തണുപ്പ് കിട്ടാനായിട്ട് കുറച്ച് വളവും മണ്ണോ അല്ലെങ്കിൽ വളവും ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്തൊന്ന് വെതറി കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു മാറ്റി. വെള്ളം കുത്തി ഒഴിക്കാൻ പാടില്ല, വെള്ളം സ്പ്രേ ചെയ്ത് മാത്രമേ കൊടുക്കാവുള്ളൂ. വെള്ളം കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ വിത്ത് അടിയിലോട്ട് താന്നു പോവുകയും മുള വരാനായിട്ട് കൂടുതൽ സമയം എടുക്കുകയും ചെയ്യും. നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിനറൽ വാട്ടറിന്റെ കുപ്പിക്ക് 3-4 ഹോൾ ടച്ച് അതിൻ്റെ അകത്തൂടെ വെള്ളം ചെറുതായിട്ട് ചീറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതിയായിരിക്കും. കൃത്യമായിട്ടുള്ള നനവ് കിട്ടും. 3 ദിവസം എത്തുമ്പോഴേക്കും വിത്ത് മുളയ്ക്കും. 5 ദിവസം എത്തുമ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന അതേ രീതിയിലെത്തും, അതായത് 2 ഇല പരുവത്തും ചീരയ്ക്ക്. ഈ സമയത്തും വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടാനായിട്ട് അനുവദിച്ചു കൊടുക്കണം. കൃത്യമായിട്ട് സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ചീരയുടെ ഇലകൾക്കൊക്കെ നല്ല കളർ വരികയും ചീര പെട്ടെന്ന് വളരുകയും ചെയ്യും. ചീര കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് നനവ് സൂക്ഷിക്കുക എന്നുള്ളതാണ്. രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ചീരച്ചോട്ടിൽ നനവുണ്ടായിരിക്കണം. അമിതമാകാൻ പാടില്ല, നേരിയ രീതിയിൽ നനവുണ്ടായിരിക്കണം. ഒരേ രീതിയിൽ പാകിയിട്ടുള്ള എല്ലാ വിത്തും ഒരുപോലെ മുളച്ചിട്ടുണ്ട്. എല്ലാത്തിനും നല്ല കരുത്തോടു കൂടി നിൽപ്പുണ്ട്. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഗോമൂത്രം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ പശുവിനെ കിട്ടുന്ന സ്ഥലത്തെ മണ്ണായാലും മതി, ഗോമൂത്രം കിട്ടുവാണെങ്കിൽ എടുക്കുന്ന അളവിന്റെ ഒരു 10 ഇരട്ടി വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ചീരച്ചോട്ടിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇല ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ചീര. അതുകൊണ്ട് തന്നെ ചീരയുടെ ഇലയിൽ വേപ്പെണ്ണ പോലുള്ള യാതൊരു മിശ്രിതങ്ങളും തുടക്കത്തിലോ അവസാനമോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കാര്യം ചീര കഴിക്കും. അതുകൊണ്ടാണ് വിത്ത് ഭാഗ്യത് അമിതമായിട്ടുണ്ട്. അതായത് ഇത്തിരി കൂട്ടം കൂടി ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൈ മാറ്റി നടാം. ഒരു 4-5 പരുവം എത്തുമ്പോഴത്തേക്കും തൈ കൃത്യമായിട്ട് മാറ്റി നട്ടു കൊടുത്തു കഴിഞ്ഞാൽ വളർച്ച ഇരട്ടിയാവും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ചീരച്ചോട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കുക എന്നുള്ളൊരു കാര്യം. തൈ മാറ്റി നട്ട് കഴിഞ്ഞാൽ ചീരച്ചോട്ടിൽ നന്നായിട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം. അപ്പോഴേ കൂടുതൽ വേര് പൊട്ടുകയും കൃത്യമായിട്ടുള്ള വളർച്ച കിട്ടുകയും ചെയ്യും. 1 മാസം കഴിയുമ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിൽ കൃത്യമായിട്ട് ചീരയ്ക്ക് നല്ല വളർച്ച കിട്ടും. ഈ സമയത്തും ചോട്ടിൽ നമ്മൾ നോക്കുക, വേര് പൊട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മണ്ണ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചീരയ്ക്ക് നല്ല കരുത്തും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിൽ നമ്മൾ ചീരയുടെ ഇലകളും അതുപോലെ അതിൻ്റെ ചോടും ഒക്കെ നിരീക്ഷിക്കണം. പുഴുവിൻ്റെ അറ്റായിക്കോ അതുപോലെ തന്നെ ചീരച്ചോട്ടി മണ്ണ് പോരാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. ചീരകൃഷിയിൽ പുഴുക്കുത്തുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാര്യം ഇലയുടെ അടിഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇലയൊന്ന് ചെറുതായിട്ട് ചുരുണ്ടിരിക്കും, ഇതിൻ്റെ അകത്ത് പുഴുവുണ്ടായിരിക്കും. ഇതിനെ നമ്മൾ കൈകൊണ്ടെടുത്ത് കളയുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പല ആൾക്കാരും പുഴുക്കുത്തോ അതുപോലെ തന്നെ പുള്ളിക്കുത്തോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വേപ്പെണ്ണ സ്പ്രേ ചെയ്യും. വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചീര പൂർണ്ണമായിട്ടും കഴിക്കും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ചോട്ടിൽ വേര് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മണ്ണിന്റെ പുളിരസം മാറ്റിയായിരിക്കണം. അതായത് കുമ്മായോ ഡോളോമേറ്റോ ഒക്കെ ഇട്ട് നമ്മൾ പുളിരസം മാറ്റിയ മണ്ണും വളവും കൂടെ മിക്സ് ചെയ്തായിരിക്കണം ചോട്ടി കൂട്ടി കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ചീര നല്ല കരുത്തോടെ വളരും. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് ചീര ഇലയിൽ പുള്ളിക്കുത്ത് വീഴുക എന്നുള്ള ഒരു പ്രശ്നം പലരും കണ്ടിട്ടുണ്ട്. അതിന് ചോട്ടിൽ കള വളരരുത്, ഒറ്റ കള പോലും ചോട്ടിൽ ഉണ്ടാകരുത്. കള വളർന്നു കഴിഞ്ഞാൽ കളയിലിരിക്കുന്ന പ്രാണിയാണ് ചീരയിൽ പുള്ളിക്കുത്ത് വീഴുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ചീര അതിരാവിലെ തന്നെ നനയ്ക്കണം. നനയ്ക്കുന്ന സമയത്ത് ഇല ഉൾപ്പെടെ ചീര നനയണം. അങ്ങനെയുണ്ടെങ്കിൽ പുള്ളിക്കുത്ത് വളരെ കുറവാണ്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ചീര കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് 35-40 ഇടയ്ക്കുള്ള ദിവസം കൃത്യമായിട്ട് കൈ നിറയെ ചീര വിളവെടുക്കാൻ സാധിക്കും. ഒരു 4 തക്കാളി ടിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 4 കിലോ ചീര വിളവെടുക്കാനായിട്ട് സാധിക്കും. മൂർച്ചയുള്ള കത്തി കൊണ്ട് ഒരു കടഭാഗം മുകളിലോട്ടായിട്ട് ചീര മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചീര പൊട്ടിക്കിളക്കും. 1 വർഷം വരെ ഒരു ചീരയിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ചെറിയ വീഡിയോ, വലിയ കാര്യങ്ങൾ. താങ്ക്